പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൻ്റെ ഒരു പുതിയ ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായി പ്രോസ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുന്ന ക്യാൻസർ കണ്ടാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻ ചികിത്സ, ഇത് രണ്ടുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്നൊരു ചികിത്സ. ഇതൊരു പുതിയതായി വന്നൊരു ടെക്നോളജിയാണ്. ഇത് ഓപ്പറേഷൻ ഇല്ലാതെയും റേഡിയേഷൻ ഇല്ലാതെയും ചില ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റിലെ എല്ലാ ക്യാൻസറുകളുമല്ല, ചില ക്യാൻസറുകൾ, അതായത് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങുന്ന ക്യാൻസറുകൾ ചികിത്സിക്കാം. ഈ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണയായി നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന മാതിരി രോഗിക്ക് മുറിവുകളോ മറ്റോ ഉണ്ടാവില്ല. നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ അകത്തേക്ക് 2 സൂചികൾ കടത്തിവിടുകയാണ്. അതേസമയം വലിയ ക്യാൻസറിന് ഇപ്പോൾ 2 എന്നുള്ളത് 3 or 4 സൂചികളായിരിക്കാം, അല്ലെങ്കിൽ 6 വരെ സൂചികൾ നമുക്ക് കടത്തിവിടാം. എന്നിട്ട് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ബാധിച്ച ഏരിയ ഒരു MR ഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയും. നമ്മൾ ഈ ഒരു MRI ഇമേജ് നമ്മൾ ക്യാൻസർ ബാധിച്ച ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ആ ഭാഗം കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തെന്ന് വെച്ചാൽ, സാധാരണയായി നമുക്ക് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ പാടെ ഉണ്ടാവുകയില്ല. ഈവൻ റോബോട്ടിക് സർജറിയിൽ അത് വളരെ കുറവാണെങ്കിലും ഇതിൽ പാടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുമാതിരി തന്നെ നമുക്ക് സ്ഖലനം, ഇജാക്കുലേഷനെ ഇത് ബാധിക്കുകയില്ല. ഇതുകൂടാതെ തന്നെ ഇറക്ഷനെയും ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഫങ്ഷണൽ പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് രോഗിയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല. ഓപ്പറേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വേദന തന്നെ ഉണ്ടാവുകയില്ല, കാരണം രോഗി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പോകാവുന്നതാണ്. അതുമാതിരി തന്നെ രക്തസ്രാവം അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ, യൂറിൻ ഇൻഫെക്ഷൻ എന്നുള്ള സാധ്യതകളെല്ലാം ഇത് കുറവാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എല്ലാ ക്യാൻസറുകൾക്കും പറ്റില്ല. ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റിൽ മുഴുവൻ ബാധിച്ചിട്ടുള്ള ക്യാൻസറാണെങ്കിൽ അതിന് റോബോട്ടിക് സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ തന്നെയാണ് അതിൻ്റെ ചികിത്സാ രീതി. പക്ഷേ പ്രോസ്റ്റേറ്റിനുള്ളിൽ ഒരു ഭാഗത്ത് മാത്രമായി, വളരെ ലിമിറ്റഡ് ഏരിയയിൽ മാത്രമായി ബാധിച്ചിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഈ നാനോ നൈഫ് ചികിത്സയാണ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു മെഷീൻ, നാനോ നൈഫിൻ്റെ മെഷീൻ. ഇതിലൂടെയാണ് നമ്മൾ ഈ ഇലക്ട്രിക് എനർജിയാണ് ഇത് ചെയ്യുന്നത്. ഈ സൂചികളിലൂടെ നമ്മുടെ കടത്തിവിടുന്നത്. അത് ഇലക്ട്രിക് എനർജി ആ ഏരിയ, പ്രോസ്റ്റേറ്റിൻ്റെ ഒരു നിശ്ചിത ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.